മക്കളെ, നമുക്ക് ഇന്ന് അഞ്ചാമത്തെ യൂണിറ്റിലെ അഞ്ചാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ് സെമീൻ കോ ജാദു ആത്താ ഹേ എന്ന കവിതയാണ്. ഗുൽസാർ ആണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. സെമീൻ കോ ജാദു ആത്താ ഹേ. ഇതിൽ ഫസ്റ്റ് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഒരു മരത്തിന്റെ പിക്ചർ അല്ലേ. വളരെ മനോഹരമായ ഒരു മരം, അതിനടുത്ത് തന്നെ ചെടികളുണ്ട്, പൂക്കളുണ്ട്, പക്ഷികളുണ്ട്. മരം സന്തോഷത്തോടെ നിൽക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ധർത്തി മുझे गोद में लेकर मौसम मौसम घुमाती है. ധർത്തി പറഞ്ഞ ഭൂമി, മുझे എന്നെ, ഗോതുമെ മടിയിൽ, ലേക്കർ എടുത്തിട്ട്, മൗസം മൗസം ഗുമാത്തി ഹെ. മൗസം പറഞ്ഞ കാലാവസ്ഥ, ഓരോ കാലാവസ്ഥയിലും, ഗുമാത്തി ഹെ ചുറ്റിക്കറക്കുക. അതായത് ഭൂമി എന്നെ മടിയിലിരുത്തി കാലാവസ്ഥകൾ, ഓരോ കാലാവസ്ഥയിലും എന്നെ ഇങ്ങനെ മടിയിലിരുത്തി കറക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ ആര് പറയുന്നത്? പേട് പറയുന്നത് അല്ലേ. പേട് പറയാണ്. ഭൂമി ആരെയാണ് മടിയിലിരുത്തിയിരിക്കുന്നത്? മരത്തിനെ അല്ലേ. ഭൂമിയുടെ മടിയിലാണ് മരത്തിനെ ഇരുത്തിയിരിക്കുന്നത്. എന്നിട്ട് കാലാവസ്ഥകൾ ഇങ്ങനെ മാറുന്നു. ആ മാറുന്ന കാലാവസ്ഥയിൽ ഈ മരത്തിനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഗുമാത്തി ഹെ. ഗുമാന പറഞ്ഞാൽ ചുറ്റിക്കറക്കുക. ധർത്തി കിൻ കിൻ കോ അപ്പനി ഗോദ് മേ ലേത്തി ഹെ. അപ്പൊ അടുത്തതായിട്ടൊരു ചോദ്യമാണ്. ധർത്തി ഭൂമി, കിൻ കിൻകോ ആരെയൊക്കെ, കിൻകോ പറഞ്ഞ ആരെ, കിൻ കിൻകോ ആരെയെല്ലാമാണ്, അപ്പനെ ഗോതുമേലെത്തി ഹെ സ്വന്തം മടിയിൽ ഇരുത്തിയിരിക്കുന്നത്. ഭൂമി ആരെയൊക്കെയാണ് സ്വന്തം മടിയിൽ ഇരുത്തിയിരിക്കുന്നത്? പിക്ചറിൽ ആരെയൊക്കെയാ നമ്മൾ കാണുന്നത്? ആ മരമുണ്ട്, ചെടികള്, അതുപോലെ തന്നെ പക്ഷികള് അല്ലെ. എല്ലാ ജീവജാലങ്ങളും മരങ്ങളും എല്ലാം ഭൂമിയുടെ മടിത്തട്ടിലാണുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഈ കവിത നോക്കാം. സെമീൻ കോ ജാദു ആത്താ ഹെ. സെമീൻ പറഞ്ഞ ഭൂമി, സെമീൻ കോ ജാദു ആത്താ ഹെ. ഭൂമിക്ക് ജാദു ആത്താ ഹെ. ജാദു പറഞ്ഞ മാജിക്, ജാദു മാജിക്. സെമീൻ കോ ജാദു ആത്താ ഹെ. ഭൂമിക്ക് മാജിക് അറിയാം. കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭൂമിക്ക് മാജിക് അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് മാജിക് ആണ് ഭൂമിക്ക് അറിയുന്നത്? കവിതയിലൂടെ കവി എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗുൽസാർ ആണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോ ഈ കവിതയിലെ മാജിക് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേ മേരെ ബാഗ് കി മിട്ടി കോ കുച്ച് തോ ഹേ യേ ജാദുയി സെമീൻ ഹേ ക്യാ സെമീൻ കോ ജാദു ആത്താ ഹേ. ഒന്നുകൂടെ വായിക്കാം. യേ മേരെ ബാഗ് കി മിട്ടി കോ കുച്ച് തോ ഹേ യേ ജാദുയി സെമീൻ ഹേ ക്യാ സെമീൻ കോ ജാദു ആത്താ ഹേ. മേരെ ബാഗ് കി മിട്ടി എന്റെ തോട്ടത്തിലെ മണ്ണ്. മേരെ എന്റെ, ബാഗ് തോട്ടം, മിട്ടി മണ്ണ്. കോ കുച്ച് തോ ഹേ അതായത് എന്റെ തോട്ടത്തിലെ മണ്ണിന് എന്തോ ഒരു മായാജാലമുണ്ട്. കുച്ച് തോ ഹേ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. മേരെ യേ ബാഗ് കി, യേ എന്നത് നമ്മൾ എവിടേക്ക് പ്രയോഗിക്കണം? മേരെ കഴിഞ്ഞിട്ട് പിന്നെ യേ പറയണം. യേ ബാഗ് കി എന്റെ ഈ തോട്ടത്തിലെ, യേ പറഞ്ഞ ഈ, ഇത് എന്നും ഈ എന്നും, ഈ സാധനം എന്നൊക്കെ പറയില്ല നമ്മള്, അതേപോലെ മേരെ യേ ബാഗ് കി എന്റെ ഈ തോട്ടത്തിലെ മണ്ണിന് എന്തോ പ്രത്യേകതയുണ്ട്. വേ ജാദുയി സെമീൻ ഹേ ക്യാ ഇത് ഇത് എന്താണ്? ജാദുയി മാജിക് അറിയുന്ന, ജമീൻ ഹേ ക്യാ മണ്ണ്, മാജിക് അറിയുന്ന മണ്ണാണോ, മാജിക് ഉള്ള ഭൂമിയാണോ എന്ന് കവി ചോദിക്കുകയാണ്. ഈ ഭൂമിക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഈ ഭൂമിക്ക് എന്താ? ഈ ഭൂമിക്ക് മാജിക് അറിയുമോ? സെമീൻ തോ ജാദു ആത്താ ഹേ ഭൂമിക്ക് മാജിക് അറിയാം. ഭൂമിക്ക് മാജിക് അറിയാം. നോക്കാം എന്തൊക്കെയാണെന്ന്. അഗർ അമരൂദ് ബീജും മേം, മേം അഗർ അമരൂദ് ബീജും ഞാൻ എപ്പോഴാണോ അമരൂദ്, അമരൂദ് പറഞ്ഞ പേരക്ക, പേരക്കയുടെ വിത്ത് ഈ ഭൂമിയിൽ മണ്ണിലിടുന്നത്, തോ യേ അമരൂദ് ദേത്തി ഹേ എങ്കിൽ
ഈ മണ്ണ് കവി അമരൂദിന്റെ വിത്ത് മണ്ണിൽ നടുന്ന സമയത്ത് കവിക്ക് ഈ മണ്ണ് എന്താണ് നൽകുന്നത്? അമരൂദ് ദേത്തി ഹെ. ഭൂമി കവിക്ക് എന്ത് നൽകുന്നു? അമരൂദ് നൽകുന്നു, പേരക്ക നൽകുന്നു. അഗർ ജാമുൻ കി ഗുഡലി ഡാലും തോ ജാമുൻ ദേത്തി ഹെ. ഒരു പക്ഷേ ഞാൻ ഞാവൽക്കുരുവാണ് നടുന്നതെങ്കിൽ ജാമുൻ കി ഗുഡലി പറഞ്ഞാൽ ഞാവൽക്കുരു. ഒരു പക്ഷേ ഞാൻ ഞാവൽക്കുരുവാണ് നടുന്നതെങ്കിൽ ഡാൽ ഇടുക, നടുക. ജാമുൻ ദേത്തി, അപ്പൊ എനിക്ക് എന്താണ് നൽകുന്നത്? ഞാവൽപ്പഴം നൽകുന്നു. ഞാൻ ഞാവൽക്കുരു മണ്ണിൽ നടുന്ന സമയത്ത് എനിക്ക് ഭൂമി ഞാവൽപ്പഴം നൽകുന്നു. കരേലാത്തോ കരേല, കയ്പയാണെങ്കിൽ കയ്പയുടെ കുരുവാണ് നടുന്നതെങ്കിൽ ഭൂമി എനിക്ക് കയ്പ നൽകുന്നു. നീമ്പൂത്തോ നീമ്പു, ചെറുനാരങ്ങയാണെങ്കിൽ ചെറുനാരങ്ങ. ഞാൻ എന്താണോ ഭൂമിയിൽ നടുന്നത് അത് തന്നെ എനിക്ക് അതിന്റെ പഴം എനിക്ക് തിരിച്ച് ഭൂമി നൽകുന്നു എന്നാണ് കവി പറയുന്നത്. അഗർ മേ ഫൂൽ മാങ്കും തോ, ഒരു പക്ഷേ ഞാൻ പൂവാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അഗർ മേ ഫൂൽ മാങ്കും തോ ഗുലാബി ഫൂൽ ദേത്തി ഹെ. ഞാൻ പൂവ് ആവശ്യപ്പെടുന്ന സമയത്ത് എനിക്ക് എന്താണ് നൽകുന്നത്? ഗുലാബി ഫൂൽ, എനിക്ക് ഗുലാബി ഫൂൽ ദേത്തി ഹെ. ഗുലാബി പറഞ്ഞ റോസാപ്പൂ. എനിക്ക് എന്ത് പൂവാണ് നൽകുന്നത്? റോസാപ്പൂവാണ് എനിക്ക് നൽകുന്നത്. മേ ജോ രംഗ് ദൂം ഉസേ വോ രംഗ് ദേത്തി ഹെ. ഞാൻ ഏത് നിറമാണോ നൽകുന്നത് ആ നിറം തന്നെ എനിക്ക് തിരിച്ചു തരുന്നു. ഞാൻ ഏത് നിറമാണോ നൽകുന്നത് ആ നിറം തന്നെ എനിക്ക് തിരിച്ച് തരുന്നു. ഭൂമിയിൽ ഞാൻ ചുവന്ന റോസാ ചെടിയാണ് നടുന്നതെങ്കിൽ എനിക്ക് ഏത് പൂക്കളാ തരുന്നത്? ചുവന്ന പൂക്കൾ തരുന്നു. ജോ രംഗുതോ, ഇനി മഞ്ഞയാണ് നടുന്നതെങ്കിൽ മഞ്ഞ, അല്ലെ? നമുക്കറിയാലേ നമ്മൾ ഏത് കളറുള്ള പൂച്ചെടിയാണ് നടുന്നതെങ്കിൽ അതേ പൂക്കൾ തന്നെയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ये सारे रंग क्या उसने नीचे छुपा रखे हैं मिट्टी में. ഈ എല്ലാ നിറവും ഈ എല്ലാ നിറവും ഉസ്നെ നീച്ചെ ചുപ്പാ രഖേ ഹെ മിട്ടി മേ. ഈ എല്ലാ നിറവും ഭൂമിക്ക് അടിയിൽ ഉസ്നെ നീച്ചെ, അതിന്റെ താഴെ അതിനടിയിൽ അത് ചുപ്പാരഹെ ഒളിച്ചു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ ഈ നിറങ്ങളെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ചുപ്പാരഹയെ മിട്ടിമേ. അഗർ മേ ഫൂൽ മാങ്കും തോ ഗുലാബി ഫൂൽ ദേത്തി ഹെ. ഒരു പക്ഷേ ഞാൻ പൂ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പൂവാ തരുന്നത്? ഗുലാബി ഫൂൽ, റോസാ പൂ എനിക്ക് തരുന്നു. മേ ജോ രംഗ് ദും ഉസേ വോ രംഗ് ദേത്തി ഹെ. ഞാൻ ഏത് നിറമാണോ നൽകുന്നത് ആ നിറം തന്നെ എനിക്ക് തരുന്നു. ഞാൻ ഏതാണോ കൊടുക്കുന്നത്, ഭൂമിക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്ന നിറം ഏതാണോ അതന്നെ എനിക്ക് നൽകുന്നു. അതായത് ചെടിക്ക് നൽകുന്ന, ചുവന്ന റോസ് ആണെങ്കിൽ ചുവപ്പ്, മനസ്സിലായല്ലോ? ഏ സാരേ രംഗ് ക്യാ ഉസ്നെ നീച്ചെ ചുപ്പാ രഖേ ഹെ മിട്ടി മേ. ഈ എല്ലാ നിറവും ഈ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? ബഹുത്ത് ഗോദ മഗർ കുച്ച് ബി നഹി നികല. അതറിയാൻ വേണ്ടിയിട്ട്, ഇതിന്റെ അടിയിൽ പല നിറങ്ങളും ഉണ്ടോ എന്നറിയാൻ വേണ്ടി എന്തു ചെയ്തു? ബഹുത്ത് ഗോദ, വളരെയധികം കുഴിച്ചു നോക്കി, ഒരുപാട് കുഴിച്ചു നോക്കി. നിറങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഭൂമി ഒരുപാട് കുഴിച്ചു നോക്കി. മഗർ കുച്ച് ബി നഹി നികല, പക്ഷേ ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല. നിറങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി ഭൂമി കുഴിച്ചു നോക്കി. പക്ഷേ ഒന്നും തന്നെ പുറത്തെടുക്കാൻ സാധിച്ചില്ല. നഹീം നികല. ജമീൻ കോ ജാദു ആത്താ ഹെ. ഭൂമിക്ക് മായാജാലം അറിയാം, ഭൂമിക്ക് മാജിക് അറിയാം. जमीन को जादू आता है, बड़े करतब दिखाती है, ये लंबे लंबे ऊंचे ताड़ के जब पेड़ उंगली पर उड़ाती है. जमीन को जादू आता है, ഭൂമിക്ക് മാജിക് അറിയാം. ബഡേ കർത്തബ് ദിഖാത്തി ഹെ. വലിയൊരു കർത്തവ്യം, കർത്തബ് പറഞ്ഞ കർത്തവ്യം, പ്രവൃത്തി. കർത്തബ് എന്താണ്? പ്രവൃത്തി. കർത്തബ് പ്രവൃത്തി. ബഡേ കർത്തബ് ദിഖാത്തി ഹെ. വലിയൊരു പ്രവൃത്തി തന്നെയാണ് കാണിക്കുന്നത്. യെ ലംബേ ലംബേ ഊഞ്ചേ താട് കെ
जब पेड़ उंगली पर उड़ाती है ये लंबे लंबे ऊंचे ताड़ के ജബ് ജബ് ധർത്തി എപ്പോഴാണോ ഭൂമി ഊങ്കലീപ്പർ ഉടാത്തി ഹെ ഊങ്കലി പറഞ്ഞ വിരല് വിരല് കൊണ്ട് ഉയർത്തിപ്പിടിക്കുന്നു എന്തിനെ ലെമ്പേ ലെമ്പേ ഊഞ്ചേ താടുക്കോ ഏറ്റവും നീളമുള്ള ഊഞ്ചിയ ഉയർന്ന താട് താട് പറഞ്ഞ പനമരത്തിന് ഈ പനമരത്തിനെ സ്വന്തം വിരല് കൊണ്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഭൂമി സ്വന്തം വിരലുകളാൽ ഊങ്കലി പറഞ്ഞ വിരല് കൊണ്ട് ഭൂമി താട് പറഞ്ഞ പനമരത്തിനെ സ്വന്തം വിരല് കൊണ്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അപ്പോ ഭൂമിക്ക് മാജിക് അറിയാം. അതിനെ താഴെ വീഴാതെ ഭൂമി സംരക്ഷിക്കുന്നു സ്വന്തം വിരല് കൊണ്ട് ഉയർത്തിപ്പിടിച്ചിട്ട്. तो गिरने भी नहीं देती गिरने भी नहीं देती പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല വീണു പോകുന്നില്ല ഗിർന വീഴുക गिरने भी नहीं देती हवाएं खूब हिलाती है സെമി ഹിൽനെ नहीं देती ഹവ പറഞ്ഞ കാറ്റ് ഗൂബ് നന്നായിട്ട് ഇളക്കുന്നു കാറ്റ് മരങ്ങളെയൊക്കെ നന്നായിട്ട് ഇളക്കുന്നുണ്ട് കാറ്റടിച്ചിട്ട് മരങ്ങളൊക്കെ ആടി ഉലയുന്നു സെമീൻ ഹിൽനെ നെഹീന്തെത്തി പക്ഷേ സെമീൻ ഭൂമി ഇളകുന്നില്ല കാറ്റടിച്ച് മരങ്ങളൊക്കെ ഇളകുന്നെങ്കിലും ഭൂമി ഇളകുന്നില്ല मेरे हाथों से शरबत दूध पानी कुछ गिरे सब टीक जाती है ये कितना पानी पीती है गटक जाती है जितना दो മേരെ ഹാത്തോം സേ എന്റെ കൈകളിൽ നിന്ന് ഷർബത്ത് പറഞ്ഞാല് ജ്യൂസ് നിങ്ങൾ ജ്യൂസ് കുടിക്കാറില്ലേ നിങ്ങൾ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അറിയാതെ നിങ്ങളെ കയ്യിൽ നിന്ന് താഴെ വീണ് പോവാറുണ്ട് അല്ലെ കുറച്ചൊക്കെ താഴെ വീണ് പോവും മേരെ ഹാത്തോം സേ ഷർബത്ത് ദൂത് എന്റെ കൈകളിൽ നിന്നും ജ്യൂസ് അതുപോലെ തന്നെ ദൂത് പാനി വെള്ളം ജ്യൂസ് പാല് വെള്ളം മുതലായവ കുടിക്കുന്ന സമയത്ത് കുച്ച് ഗിരേ സബ് ടീക് ജാത്തി ഹേ അതിൽ അല്പം താഴെ പോവുകയാണെങ്കിൽ ഗിർന വീഴുക അല്പം മണ്ണിലേക്ക് വീണു പോവുകയാണെങ്കിൽ സബ് ടീക് ജാത്തി ഹേ ടീക്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക സബ് ടീക്ക് ജാത്തി ഹേ എല്ലാം കുടിക്കുന്നു ഭൂമിയിലേക്ക് ശർബത്തായാലും ദൂതായാലും പാനിയായാലും എന്ത് തന്നെ വീണു പോയാലും അതെന്ത് ചെയ്യുന്നു അത് ഉടൻ തന്നെ വെള്ളമായാലും പാലായാലും ജ്യൂസ് ആയാലും താഴെ വീണു കഴിഞ്ഞാൽ ഭൂമി അതെല്ലാം വലിച്ചു കുടിക്കുന്നു ടീക്ക് ജാത്തി ഹേ കുടിക്കുന്നു ഏ കിത്തനാ പാനി പീത്തി ഹേ ഇത് എത്രമാത്രം വെള്ളമാണ് കുടിക്കുന്നത് വളരെയധികം വെള്ളം ഭൂമി കുടിക്കുന്നുണ്ട് അല്ലെ എത്രമാത്രം വെള്ളമാണ് ഈ ഭൂമി കുടിക്കുന്നത് ഗടക് ജാത്തി ഹേ ജിത്തനാ ദോ ഗടക് ജാത്തി ഹേ വളരെയധികം വെള്ളം ഭൂമി കുടിക്കുന്നു ഗടക് ചാന പറഞ്ഞാൽ വലിച്ചെടുക്കുക ഗടക് ജാത്തി ഹേ ജിത്തനാദോ എത്രമാത്രം വെള്ളമാണോ ഭൂമിയിലേക്ക് വീഴുന്നത് അത്രയും വെള്ളം ഭൂമി എന്ത് ചെയ്യുന്നു വലിച്ചെടുക്കുന്നു ആഗിരണം ചെയ്യുന്നു ഗടക് ചാന പറഞ്ഞാല് ആഗിരണം ചെയ്യുക അല്ലെങ്കിൽ വലിച്ചെടുക്കുക മനസ്സിലായോ ഏ കിത്തനാ പാനി പീത്തി ഹേ അത് എത്രമാത്രം വെള്ളമാണ് ഈ ഭൂമി കുടിക്കുന്നത് എത്രമാത്രം വെള്ളം ഉണ്ട് എന്നാണ് പറയുന്നത് എത്ര തന്നെ എത്ര തന്നെ വെള്ളം ഭൂമിക്ക് ലഭിച്ചാലും അത്രയും വെള്ളം ഭൂമി വലിച്ചു കുടിക്കുന്നു ഗടക് ജാത്തി ഹേ വലിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നു ഇസേ ലോട്ടെ സേ ദോ യാ ബാൽട്ടി സേ യാ നൽ ദിൻ ഭർ ഗുലാ രഖ് ദോ ഈ വെള്ളം എന്ന് പറയുന്നത് ലോട്ടെ പറഞ്ഞ മൊന്തയിൽ നിന്നാവട്ടെ ബാൽട്ടി ബക്കറ്റ് ഒരു മൊന്ത വെള്ളമായാലും ഒരു ബക്കറ്റ് വെള്ളമായാലും യാ നൽ ദിൻ ബർ ഗുലാ രഖ് ദോ അതല്ലെങ്കിൽ നൽ പറഞ്ഞ പൈപ്പ് ഒരു ദിവസം മുഴുവൻ ഗുലാ രഖ് ദോ തുറന്നിട്ടതാണെങ്കിൽ പൈപ്പ് പൈപ്പ് പൂട്ടാതെ ഒരു ദിവസം മുഴുവനും പൈപ്പ് തുറന്നിട്ട വെള്ളം മുഴുവൻ താഴെ പോകൂലേ അപ്പൊ ആ പോകുന്ന വെള്ളം മുഴുവൻ അങ്ങനെയാണെങ്കിൽ പോലും അത്രയും വെള്ളം കിട്ടിയാലും ഭൂമി എന്ത് ചെയ്യും അത്രയും വെള്ളം ഭൂമി വലിച്ചു കുടിക്കും എന്നാണ് പറഞ്ഞത് ഗജബ് ഹേ പേട്ട് ഭർത്താ ഹി നഹീം ഇസ്കാ
ഗജബ്, ഗജബ് പറഞ്ഞ അതിശയം. ഗജബ് അതിശയം, അതിശയകരമായ കാര്യം, അത്ഭുതകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പേട്ട് ബർത്താ ഹി നഹി ഇസ്കാ, ഇസ്കാ പേട്ട് നഹി ബർത്താ ഹേ, ഇതിന്റെ വയറ് നിറയുന്നില്ല. എത്രമാത്രം വെള്ളം കുടിച്ചാലും ഭൂമിക്ക് വയറ് നിറയുന്നില്ല. സുനാ ഹേ യഹ് നദി കോ ബി ചുപ്പാ ലേത്തി ഹേ അന്തർ. ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടിട്ടുള്ളത്? യഹ് നദി കോ ബി ചുപ്പാ ലേത്തി ഹേ അന്തർ. യഹ് ഇസ്കെ അന്തർ, ഇത് നദി, നദിയെ പോലും എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഭൂമിക്കുള്ളിൽ നദിയെ പോലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ചുപ്പാലെത്തിയ, ചുപ്പാന പറഞ്ഞ ഒളിപ്പിച്ചു വെക്കുക. വഹ് നദി കോബി, അത് നദിയെ പോലും, നദിയെ കൂടി അതിന്റെ ഉള്ളില് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സെമീൻ കോ ജാദു ആത്താ ഹേ, ഭൂമിക്ക് മായാജാലം അറിയാം. സെമീൻ കെ നീച്ചെ ക്യാ ചീനി കി ഗാനെ ഹേ, സെമീൻ ഭൂമിക്ക്, നീച്ചെ താഴെ, ഭൂമിക്ക് അടിയില്, ചീനി പഞ്ചസാര, ഗാനെ ഗനി, ഈ ഭൂമിക്കടിയിൽ പഞ്ചസാരയുടെ ഗനി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കവി. പഞ്ചസാര ഗനി ഭൂമിക്കടിയിൽ ഉണ്ടോ? എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? ഗഠായി കി ചട്ടാനേം ഹേ, ഗഠായി പറഞ്ഞ പുളിപ്പ്, പുളിപ്പ് രസം, പുളിരസത്തിന്റെ ചട്ടാനയം, ചട്ടാനയം പറഞ്ഞ പാറകള്, ചട്ടാനയം പറഞ്ഞാല് പാറ, പുളിരസത്തിന്റെ പാറകളുണ്ടോ ഈ ഭൂമിയില്? അതുപോലെ തന്നെ ഈ ഭൂമിക്കടിയിൽ പഞ്ചസാരയുണ്ടോ, അല്ലെങ്കിൽ ഭൂമിക്കടിയില് പുളിരസത്തിന്റെ വലിയ വലിയ പാറകളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താണ് അങ്ങനെ സംശയം വരാനുള്ള കാരണം? ഫലോ മേ മീട്ട കൈസെ ഡാൽത്തി ഹേ യേ ജമീൻ ലാത്തി കഹാം സേ യേ. ഫലോമേ, എന്താണ് അങ്ങനെ കവിക്ക് സംശയം തോന്നാനുള്ള കാരണം? ആ പഴങ്ങളിലൊക്കെ, ഭൂമി നമുക്ക് തരുന്ന പഴങ്ങളിലൊക്കെ എന്തുണ്ട്? മീട്ട, മധുരമുണ്ട്. ഭൂമി നമുക്ക് തരുന്ന പഴങ്ങളിൽ മധുരമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? കൈസേ ഡാൽത്തിഹെ, എങ്ങനെയാണ് ഈ പഴങ്ങളിലൊക്കെ മധുരം ഇടുന്നത്? യേ ജമീൻ, ഈ ഭൂമി എങ്ങനെയാണ് ഈ പഴങ്ങളിലൊക്കെ നമുക്ക് ഭൂമി തരുന്ന, പ്രകൃതി നൽകുന്ന മരങ്ങളിലുള്ള, ചെടികളിലുള്ള പഴങ്ങൾക്കൊക്കെ മധുരമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് അതിൽ മധുരമിടാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. ലാത്തി കഹാംസേ, എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്? अनारों बायरों और आमों में सेबों में सभी मीठों में भी मीठे अलग है. അനാർ, അനാർ പറഞ്ഞ മാതളം. അനാരോം ബൈരോം, അനാരോം ബൈരോം, അനാർ പറഞ്ഞ മാതള നാരങ്ങയിലും, അതുപോലെ തന്നെ ബൈരോം പറഞ്ഞ ഈന്തപ്പഴം, മാതള നാരങ്ങയിലും ഈന്തപ്പഴത്തിലും, ആം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാം മാങ്ങ, മാങ്ങയിലും, സേബ്, സേബ് പറഞ്ഞ ആപ്പിള്, മാങ്ങകൾ, ആപ്പിളുകൾ, അതുപോലെ തന്നെ ഈന്തപ്പഴങ്ങൾ, പിന്നെ മാതള നാരങ്ങകൾ, ഇവയെല്ലാം നമ്മൾ കഴിക്കുന്ന പഴങ്ങളാണല്ലേ. പക്ഷെ ഇതിന്റെ എല്ലാം മധുരങ്ങൾ എങ്ങനെയാണ്? വ്യത്യസ്തമായിരിക്കും. ഈന്തപ്പഴത്തിന്റെ മധുരവും അതുപോലെ തന്നെ മാങ്ങയുടെ മധുരവും ആപ്പിളിന്റെ മധുരവും ഒക്കെ വ്യത്യസ്തമാണല്ലേ. അനാരവും മാതള നാരങ്ങ, ഇതെല്ലാം മധുരമുണ്ടെങ്കിലും എല്ലാത്തിനും വ്യത്യസ്തമായ മധുരമാണുള്ളത്. സബി മീട്ടോ മേ ബി മീട്ടി അലഗ് ഹേ, എല്ലാം മധുരമുള്ളതാണെങ്കിലും ഇതിലെല്ലാം മധുരത്തിന് എന്തുണ്ട്? അലഗ്, വ്യത്യാസമുണ്ട്. മധുരത്തിന് വ്യത്യാസമുണ്ട്. അലഗ് ഹേ, വ്യത്യസ്തമായ മധുരമാണ് ഇതിനെല്ലാം ഉള്ളത്. कि पत्ते गावो तो फीके है और फल मीठे लगते हैं. എന്നാൽ ഇതിന്റെ ഇലകൾ, ഇത് ഈ പഴങ്ങളുടെ, ഈ പഴങ്ങൾ തരുന്ന ചെടികളുടെ ഇലകൾ, ഗാവോത്തോ ഭക്ഷിക്കുകയാണെങ്കിൽ, ഫീക്കെ ഹെ, ഫീക്കെ പറഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഇല്ലാത്തതാണ്, രസമില്ലാത്തതാണ്. ഈ പഴങ്ങളുടെ ഒന്നും ഇലകൾക്ക് എന്തില്ല? സ്വാദില്ല. ഫീക്കെ പറഞ്ഞാൽ സ്വാദില്ലാത്തത്. ഫീക്കെ ഹേ, സ്വാദില്ലാത്തതാണ് ഇതിന്റെ എല്ലാം ഇലകൾ. और फल मीठे लगते हैं, എന്നാൽ ഇതിന്റെ പഴങ്ങളോ നല്ല മധുരമുള്ളവയാണ്. मौसम्बी मीठी है तो नींबू खट्टा है.
മോസമ്പി നല്ല മധുരമാണ് അല്ലെ. മോസമ്പി നമ്മൾ കഴിച്ചിട്ടുണ്ട്. മൂസമ്പിക്ക് മധുരമാണ്. മൂസമ്പി മീട്ടി മധുരമുള്ളതാണ്. നീമ്പു നീമ്പു പറഞ്ഞാൽ ചെറുനാരങ്ങ. ചെറുനാരങ്ങയ്ക്ക് മധുരമാണോ? അല്ല. എന്താണ്? ഗട്ട. ഗട്ട പറഞ്ഞാൽ പുളിപ്പ്. ചെറുനാരങ്ങയ്ക്ക് പുളിപ്പാണുള്ളത്. പുളിരസമാണ് ചെറുനാരങ്ങയ്ക്കുള്ളത്. മൂസമ്പി ആണെങ്കിൽ മധുരമുള്ളതാണ്. രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണുള്ളത് അല്ലെ. ഒന്നില് മധുരമാണ്, ഒന്നില് പുളിയാണ്. യക്കീനൻ ജാദു ആത്താ ഹേ. തീർച്ചയായും. യക്കീനൻ പറഞ്ഞാൽ തീർച്ചയായും. യക്കീനൻ തീർച്ചയായും. ജാദു ആത്താ ഹേ. ഭൂമിക്ക് ഇന്ദ്രജാലം അറിയാം. മായാജാലം മാജിക് അറിയാം. ഭൂമിക്ക് മാജിക് അറിയാം തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ ഓരോ പഴങ്ങൾ എടുത്ത് നോക്കിയാലും അതിനെല്ലാത്തിനും പുളിരസം, മധുരം, അങ്ങനെ മധുരം തന്നെ വ്യത്യസ്തമായ മധുരം, പുളിയും വ്യത്യസ്തമായ പുളിരസമാണ്. അങ്ങനെ ഭൂമി നമുക്ക് തരുന്ന പഴങ്ങൾക്കും ചെടികൾക്കും പൂക്കൾക്കും ഒക്കെ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഭൂമിക്ക് എന്തറിയാം? മാജിക് അറിയാം എന്നാണ് കവി പറയുന്നത്. बगर न बाम्स फीका सख्त और गन्नों में रस क्यों है? बगर പറഞ്ഞ മഗർ. ബഗർ മഗർ പക്ഷേ. മഗർ പക്ഷേ. ബാംസ് ഫീക്ക. ബാംസ് പറഞ്ഞ മുള. ബാംസ് മുള. ഫീക്ക. ഫീക്ക പറഞ്ഞ രസമില്ലാത്ത, ടേസ്റ്റ് ഇല്ലാത്തത്. ഫീക്ക. ബാംസ് മുള. ബാംസ് മുള. ഫീക്ക ടേസ്റ്റ് ഇല്ലാത്തത്, സ്വാദില്ലാത്തത്. പിന്നെ സക്ത് അതിന്റെ എന്താ പറയാ, മുളയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് ശക്തമായതാണ്, ദൃഢമായതാണ് അതിന്റെ ഉൾവശം. മുള ടേസ്റ്റ് ഇല്ലാത്ത, കഴിക്കാൻ പറ്റുന്നതല്ല, കഴിക്കാൻ ടേസ്റ്റ് ഇല്ലാത്തതാണ്. അതിന്റെ ഉൾവശം എന്ന് പറയുന്നത് കുറച്ച് ദൃഢമായിട്ടുള്ളതാണ്, കുറച്ച ഒരു ഭാഗമാണ് ഉള്ളിലുള്ളത്. ആർ ഗന്നോമേ രസിക്കോം ഹേ. എന്നാൽ ഗന്ന. ഗന്ന പറഞ്ഞ കരിമ്പ്. കരിമ്പും മുളയും ഏകദേശം കാണാൻ തണ്ട് പോലെ ഒരുപോലെയാണ് അല്ലെ. എന്നാൽ ഒരു മായാജാലം എന്താണ്? മുള ചെറിയ ചെടിയായിരിക്കുന്ന സമയത്ത് മുളേന്റെ ചെറിയ ചെടികൾ കണ്ടില്ലേ, ആ ചെടികളും അതുപോലെ തന്നെ കരിമ്പിന്റെ ചെടികളും ഏകദേശം ഒരുപോലെ ഉണ്ടാവും കാണാൻ, അതിന്റെ തണ്ടും ഇലയൊക്കെ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാല് കരിമ്പിനെ പോലെ കഴിക്കാൻ പറ്റുന്ന സാധനമല്ല ബാംസ്, മുള അല്ലേ. പക്ഷേ കരിമ്പോ? ഗന്ന കരിമ്പ്. കരിമ്പ് രസ് ക്യോം ഹേ. കരിമ്പിൽ ഒരു എന്താ പറയാ, ജ്യൂസ് ഉണ്ട്. കരിമ്പിൽ നല്ല മധുരമുള്ളൊരു ജ്യൂസ് ഉണ്ട്. നമ്മൾ കടിച്ച് കഴിക്കും ആ കരിമ്പിന്റെ രസം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മുളയും കരിമ്പും കാണാൻ ഏകദേശം ഒരുപോലെയാണെങ്കിലും നമ്മൾ മുള കഴിക്കുന്നതല്ല, കരിമ്പ് നമ്മൾ കഴിക്കും. അതിന്റെ രസം, അതിന്റെ ജ്യൂസ് നമ്മൾ കുടിക്കും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതെല്ലാം പ്രകൃതിയുടെ ഒരു മാജിക് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് നമ്മളിപ്പോൾ പഠിച്ച കവിത. ജമീൻ കോ ജാദു ആത്താ ഹെ. ഗുൽസാർ ആണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് വായിച്ച് പഠിക്കുക, മീനിങ്ങും കൂടെ പഠിക്കാം.